നമസ്കാരം. ജോൺസൺസ് ടാർഗറ്റിൻ്റെ നിരീക്ഷണം എന്ന് പറയുന്ന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരും പറയാത്ത അതേസമയം ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ വരുന്നത്. അത് ടാക്സ് എന്ന് പറയുന്ന കൊടിയ വഞ്ചനയെക്കുറിച്ചാണ്. ടാക്സ്, ടി ക്രോസ് ആണത്. ക്രോസ് എന്ന് പറഞ്ഞാൽ കുരിശ്. ടി എ എക്സ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ക്രിസ്ത്യൻസിൻ്റെ എക്സ് ആണത്. ഈ വഞ്ചനയെക്കുറിച്ചാണ് നമുക്ക് ഇപ്രാവശ്യം പറയാനുള്ളത്. ജോൺസൺസ് ടാർഗറ്റിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് നിരീക്ഷണത്തിൻ്റെ ഈ പ്രത്യേക ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. ആൽഫ, ബെറ്റ്. ബെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റ്, ചൂത് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. അർത്ഥമൊന്നുമില്ല. ഇംഗ്ലീഷ് ലെറ്റേഴ്സിനും ഇംഗ്ലീഷ് ആൽഫബറ്റ്സിനും ഇംഗ്ലീഷ് വേർഡ്സിനും ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പക്ഷേ 146 കോടി ഭാരതീയരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള, ഭാരതത്തിലില്ലാത്ത അനർത്ഥത്തിൻ്റെ, അസത്യത്തിൻ്റെ പേരാണ് ടാക്സ്. ഒരു പ്രധാന കാര്യം കൂടി നിങ്ങൾ ഓർമ്മിക്കുക. ടാക്സ് എന്ന് പറയുന്നത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പോലെ നികുതിയല്ല. നികുതി എന്ന് പറഞ്ഞാൽ നീ കുതി എന്നാണ്. നമ്മളത് ഇതിൻ്റെ ടാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൽ വേറൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. നീ കുതി, നീ കുതിക്കേ. നീ നിൻ്റെ അധ്വാനം, നിൻ്റെ പരിശ്രമം, നിൻ്റെ ആശയങ്ങൾ, നിൻ്റെ കഴിവ്, നിൻ്റെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷം, ഇതൊക്കെ വെച്ചിട്ട് നീ നിൻ്റെ ജീവിതത്തിൽ കുതിക്കേ. അങ്ങനെ കുതിച്ചിട്ട് നീ എന്തെങ്കിലും ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ, നീ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ടാക്സ് എന്ന് പറഞ്ഞാൽ, നികുതി എന്ന് പറഞ്ഞാൽ. അതാണ് നികുതി. ടാക്സ് അതല്ല. ടാക്സ് ഈസ് എൻ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ അനർത്ഥം വേർഡാണ്. ടി നമ്മൾ പറഞ്ഞു, ടി എ എക്സ്. എക്സ് ഈസിക്കൽ ടു ആക്സിങ്. ആക്സ് എന്ന് പറയുന്ന ശബ്ദം അവിടെ വരുന്നുണ്ട്. ആക്സ് എന്ന് പറഞ്ഞ പ്രൊനൗൺസിയേഷൻ അതിൽ വരുന്നുണ്ട്. ടാക്സ്, ടി ആക്സ്. ആക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടുക എന്നാണ്. കുതിക്കുന്നവരെ കാല് വെട്ടുക. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതാണ് ടാക്സ് എന്ന് പറയുന്നത്. നമുക്ക് പലതരം ടാക്സുകളുണ്ട്. ഇൻകം ടാക്സ്, പ്രോഫിറ്റ് ടാക്സ്. ഏതിനാ ടാക്സ് ഇല്ലാത്ത? എല്ലാത്തിനും ടാക്സ് ഉണ്ട്. GST. ടി എന്ന് പറഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഓർക്കുക, ഇറ്റ് ഈസ് ടി ക്രോസ് ആണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കുരിശുകളായിട്ട് അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ടാക്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് നികുതിയല്ല. കാല് വെട്ടുന്ന, കുതിക്കുന്നവൻ്റെ കാല് വെട്ടുന്ന, ജീവിതം ദുഷ്കരമാക്കുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ലൈയുടെ പേരാണ് ടാക്സ്. അത് നികുതിയല്ല. ഇന്ന് നമ്മൾ ടാക്സ് കണ്ടുമാനാണ്. നിങ്ങൾക്കറിയാം, ഞാൻ പറയാത്തത് നിങ്ങൾക്കറിയാം. ജീവിതത്തെ കുത്തുവാളടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള, ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ബ്രിട്ടീഷുകാരെ ഉണ്ടാക്കിയിട്ടുള്ള തട്ടിപ്പിൻ്റെ പേരാണ് ടാക്സ്. ഭാരതത്തിൽ ഉൽപ്പന്നമായിട്ടുള്ളതല്ല ടാക്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് ഭാരതീയരെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ റൂളിംഗ് കാലത്ത് പിടിച്ചു പറിച്ച 97% ടാക്സ് പിടിച്ചു പറിച്ചിട്ടുണ്ട്. ഇൻകം ടാക്സ് പിടിച്ചു പറിച്ചിട്ടുണ്ട്. 1860 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1860 97% ഒരാൾക്ക് കിട്ടുന്നതിൻ്റെ ഇൻകം എന്ന് പറയുന്നത്, സമ്പത്ത് ലഭിക്കുന്ന അയാൾ ഉണ്ടാക്കുന്നതിന് 97% പിടിച്ചു പറിച്ചിട്ടുള്ള കള്ളന്മാരാണ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്, ബ്രിട്ടീഷുകാർ.
അവരുണ്ടാക്കി അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഭാരതീയരെ മേലത്ത് അടിച്ചേൽപ്പിച്ചിട്ടുള്ള തനി തട്ടിപ്പിൻ്റെ പേരാണ്. നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. 97% ഒരാൾ സമ്പാദിക്കുന്ന 100 രൂപ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ 97 രൂപ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ കള്ളന്മാരായിട്ടുള്ള ബ്രിട്ടീഷുകാർ കൊടുക്കുന്ന പറഞ്ഞിട്ടുള്ള തട്ടിപ്പിൻ്റെ പേരാണ് ഇൻകം ടാക്സ്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് കള്ളത്തരങ്ങൾ നിൽക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും ലളിതമായത് മനുഷ്യൻ ജീവിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള അതിൻ്റെ മുകളിൽ ഭക്ഷണത്തിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള കള്ളത്തരത്തിൻ്റെയും തെമ്മാടിത്തത്തിൻ്റെയും ടാക്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നിരീക്ഷണത്തിലെ ജോൺസൺ സ്റ്റോക്കറ്റിൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരുപാട് ടാക്സിനെ കുറിച്ച് പറയാണ്ട്. പക്ഷെ ഇത് നമ്മൾ ഇന്ന് പ്രത്യേകമായി പറയാം. നിങ്ങൾക്കറിയാം, എല്ലാറ്റിലും ടാക്സാണ്. ഒരാൾ ടാക്സ് എന്ന് പറയുന്നത് എന്തിനൊക്കെ അടയ്ക്കണമെന്ന് നമുക്ക് പിടിയില്ല. നമ്മൾ എന്തോ വാങ്ങിയാലും അത് ടാക്സാണ്. ഒരാളൊരു ഭക്ഷണശാല നടത്തുമെന്ന് വിചാരിക്കാം. ഒരാളൊരു ഭക്ഷണശാല നടത്തുമെന്ന് വിചാരിക്കാം. അയാൾ വാങ്ങിക്കുന്ന എല്ലാത്തിനും ടാക്സ് കൊടുക്കണം. എന്ത് വാങ്ങിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഭക്ഷണശാല നടത്തുമ്പോൾ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇരുമ്പിട്ടിട്ട് ഇതൊന്നും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അതിന് എല്ലാത്തിനും ടാക്സാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാത്തിനും ടാക്സാണ്. ഭക്ഷണശാല നടത്തുമ്പോൾ അയാൾക്ക് അരി എന്തു വേണമെങ്കിലും എല്ലാത്തിനും ടാക്സാണ്. അതിലേക്കുള്ള ചേരുവകൾ അതിനും ടാക്സാണ്. അയാൾക്ക് പാചകം ചെയ്യാനുള്ളത് അതിന് കൊല്ലുന്ന വിലയാണ് അവർ വാങ്ങിക്കുന്നത്. വാതകമാണെങ്കിൽ എന്താണെങ്കിലും അതിനൊക്കെ ടാക്സാണ്. അതിന് മുകളിൽ ടാക്സാണ്. ടാക്സിങ് എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കുക എന്നറിയാം എന്നാണ് അർത്ഥം വരുന്നത്. ഈ മീനിങ് വരുന്നത് ടാക്സിങ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ആളുകളെ കുത്തുവാളെടുപ്പിക്കുക എന്നർത്ഥം. ടാക്സിങ് പീപ്പിൾ നിങ്ങൾ ഇംഗ്ലീഷ് ഡിക്ഷണറി എടുത്ത് നോക്കിക്കോളോ, ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ലല്ലോ. ടാക്സിങ് പീപ്പിൾ ഈസ് മേക്കിംഗ് പീപ്പിൾ സഫർ. ബുദ്ധിമുട്ടിക്കുക, കഷ്ടപ്പെടുത്തുക, ക്ലേശിപ്പിക്കുക. ഇനി ഇവർ പാചകം ചെയ്യുന്നത് ഗ്യാസ് അല്ല, ഇലക്ട്രിസിറ്റി ആണെങ്കിൽ അതിന് വേറെ കൊടിയ ടാക്സ്. ഗ്യാസ് ആണെങ്കിൽ ഗ്യാസിന് ഇൻഡസ്ട്രിയൽ ഗ്യാസ് വേറെ, വീട്ടിലേക്കുള്ള ഗ്യാസ് വേറെ എന്ന് പറഞ്ഞിട്ട് വേറെ തട്ടിപ്പ്. ഗ്യാസ് എന്ന് പറയുന്നതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് 0 ആണെന്ന് നിങ്ങൾ ആലോചിക്കണം. ബാക്കിയുള്ള ക്രൂഡ് ഓയിൽ ഉള്ള ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ, ക്രൂഡ് ഓയിൽ എന്ന് പറയുമ്പോൾ പെട്രോളിയം പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായി വരുന്നതാണ് ഗ്യാസ്. നിങ്ങളിപ്പോൾ ബോംബെ ഹൈ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അടിച്ചു നോക്കാം, നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം. ബോംബെ ഹൈ എന്ന് പറയുന്ന ഇതിൽ നിങ്ങൾ കാണാം ബോംബെയുടെ ഉൾക്കടലിൽ ഖനനം നടക്കുന്നുണ്ട്. അതായത് പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ ഖനനം നടക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഗൾഫ് കൺട്രീസിനെ നോക്കി കഴിഞ്ഞാൽ കാണാം മുകളിലേക്ക് ഒരു വലിയ തീപ്പന്തം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ കിട്ടിയിട്ടുള്ള ഗ്യാസിനെ കത്തിച്ച് കളയാണ് വെറുതെ, വേറെ മാർഗമൊന്നുമില്ല. ഈ ഗ്യാസിനാണ് ഇവർ ഇത്രയും വില വാങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ ഇവർ ടാക്സ് വാങ്ങിക്കുന്നത്. സാധാരണ വീട്ടിലേക്ക് വരുന്ന ഒരു വില, ക്രൂരമായ വില, ഭക്ഷണശാലകളിലേക്ക് അല്ലെങ്കിൽ അതുപോലെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വേറൊരു വില. അപ്പോൾ അതിന് ടാക്സ്, പിന്നെ അതിൻ്റെ മുകളിൽ സർവീസ് ടാക്സ്, അതൊക്കെ അവർ കൊടുക്കണം. ഇനി ഈ പറയുന്ന ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ ഉള്ളത് അതിൻ്റെ മുകളിൽ ടാക്സ്, ഭക്ഷണം പാചകം ചെയ്യാനുള്ള സാധനങ്ങളുടെ മുകളിൽ ടാക്സ്, അത് ഭക്ഷണം പാചകം ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിക്കണമല്ലോ. വെറുതെ നമ്മൾ പാചകം ചെയ്യാൻ കയ്യിൽ വെച്ച് പാചകം ചെയ്യാൻ പറ്റിയ അതിനൊക്കെ ടാക്സ്, അതിനൊക്കെ കഴുത്ത് മുറിക്കുന്ന ടാക്സ്. വെറുതെ ഒന്നും കിട്ടില്ല, നിങ്ങളിത് പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. ഇനി ഈ സാധനങ്ങൾ എല്ലാ ദിവസവും ഈ പറയുന്ന ഭക്ഷണശാല നടത്തുന്ന ആൾക്ക് അത് മുഴുവൻ കൊണ്ടുവരണം. ഇത് കൊണ്ടുവരണമെങ്കിൽ അയാൾക്ക് പെട്രോൾ ഡീസൽ എന്തെങ്കിലും അടിക്കണം. അത് അടിച്ചില്ലെങ്കിൽ അയാൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല, അതിന് ടാക്സ്. പിന്നെ ഈ ഭക്ഷണം അയാൾക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ നടത്താൻ പറ്റിയെന്ന് വരില്ല, വേറെ ആളെ വെക്കണം. ആ ആളെ വെക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ടാക്സ്, അയാൾ വരുന്നതിന് അയാളുടെ മുകളിൽ ടാക്സ് വാങ്ങി. ഇതൊക്കെ ടാക്സ് വാങ്ങിക്കഴിഞ്ഞു. അയാൾക്ക് സാലറി കൊടുക്കണം, വെറുതെ നടക്കില്ല. അതിന് മുകളിൽ ടാക്സ്, സർവീസ് ടാക്സ്, എന്തൊക്കെ വേണ്ട ഒക്കെ എല്ലാവരുടെ മുകളിൽ ടാക്സ്. അത് കഴിഞ്ഞ് ഈ ഭക്ഷണശാലയിൽ വൈദ്യുതി ഉപയോഗിക്കണം, കാരണം അത് എന്തെങ്കിലും കഴിക്കാൻ വരുന്നവർക്ക് കുറച്ച് വെളിച്ചം വേണ്ടേ. അതിന് കൊമേഴ്ഷ്യൽ റേറ്റിൽ ടാക്സ്. കൊമേഴ്ഷ്യൽ റേറ്റിൽ ആദ്യം കത്തി വയ്ക്കും, അതിനുശേഷം അതിന് മുകളിൽ ടാക്സ്.
അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? വെളിച്ചെണ്ണ വേണ്ടാന്ന് വെക്കും. കാരണം വെളിച്ചെണ്ണയ്ക്ക് വലിയ വിലയാ, അതിന് മുകളിൽ ടാക്സ്. കൊപ്രയുടെ മുകളിൽ ടാക്സ്, വെളിച്ചെണ്ണയുടെ മുകളിൽ ടാക്സ്. ഈ കൊപ്ര ആട്ടിയാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന മില്ലിൻ്റെ മുകളിൽ ടാക്സ്. മില്ലിലെ ആൾക്ക് വൈദ്യുതി ഉപയോഗിച്ചാൽ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അപ്പോൾ അയാൾക്ക് ടാക്സ്. വില എങ്ങനെ കയറാതിരിക്കുന്നത്? ടാക്സ് എന്ന് പറയുന്നത് തന്നെ കൊള്ളയടിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ക്രിസ്ത്യൻസായ ബ്രിട്ടീഷ് തെമ്മാടികളുടെ ഐഡിയയാണ് അത്. എന്നിട്ട് ഇതൊക്കെ കൊണ്ടുവച്ച് ഒരാളെ കൊടുന്ന് അല്ലെങ്കിൽ 2 പേരെ പണിക്ക് വെച്ചിട്ട് ഈ ടാക്സ് കൊടുത്ത് ഇയാൾക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഒരാൾക്ക് എങ്ങനെ ജീവിച്ചു പോകാൻ പറ്റും? ജീവിച്ചു പോകാൻ വലിയ പാടാണ്. ഇലക്ട്രിസിറ്റി, നേരത്തെ പറഞ്ഞ എല്ലാ സാധനങ്ങളും മേടിക്കണം, അതിൻ്റെ പെട്രോള്, അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഡീസല്, ഭക്ഷണ സാധനങ്ങൾ മേടിക്കണതിൻ്റെ അതിൻ്റെയൊക്കെ ടാക്സ്, അതൊക്കെ കൊടുത്ത് പിന്നെ ഈ ഇതിൽ നിൽക്കുന്ന ആളുകൾക്ക് പൈസ, അതിന് അവർക്ക് സർവീസ് ടാക്സ്, മറ്റേ എല്ലാം കഴിഞ്ഞിട്ട് എന്ത് കിട്ടും? അത് കഴിഞ്ഞിട്ട് ഈ വെളിച്ചെണ്ണയൊക്കെ മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം പൈസ വരും, അതിൻ്റെ മുകളിൽ ടാക്സ്. ഇനിയിപ്പോൾ അതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ തോന്നിയ എന്തൊക്കെയോ ക്രൂഡ് ഓയിലിൽ നിന്ന് എടുക്കണ്ടോ അതൊക്കെ വെച്ചിട്ട് ആളുകൾക്ക് തീറ്റി കൊടുക്കുന്നു, അതിൻ്റെ മുകളിലും ടാക്സ്. വിഷം എന്ന് പറയുന്ന കെമിക്കലിൻ്റെ മുകളിലും ടാക്സ്. മനുഷ്യന്മാരെ കഴിപ്പിക്കുന്ന എല്ലാ പുലിയാട്ടിൻ്റെ മുകളിലും ടാക്സ്. ഇതെന്താണിത്? ജനാധിപത്യമാണോ അതോ ഡെമോക്രസി ആണോ? ഡെമോക്രസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ക്രേസിനെസ് ഓഫ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ക്രേസിനെസ്. ഭ്രാന്തിൻ്റെ ഡെമോൺസ്ട്രേഷൻ. വീണ്ടും അതിന് മുകളിൽ ടാക്സ്. പിന്നെ ലൈസൻസിന് പൈസ കൊടുക്കണം. ആണ്, ലൈ പ്ലസ് സെൻസ് ആണ് ലൈസൻസ്. ലൈ എന്ന് പറഞ്ഞാൽ അസത്യം, നുണ എന്ന് നിങ്ങൾക്കറിയാം. സെൻസ് എന്ന് പറഞ്ഞാൽ സെൻസ് തന്നെ. ലൈസൻസ് ലൈ പ്ലസ് സെൻസ്, ഫോൾസ് സെൻസ് എന്ന് അർത്ഥമല്ല, മീനിങ്. നമുക്ക് ഈ മലയാള ഭാഷ അല്ലെങ്കിൽ ഭാരതത്തിലെ ഭാഷയിൽ ഇതൊന്നും പറഞ്ഞാൽ പോരെ. നികുതി എന്ന് പറഞ്ഞാൽ നികുതി ആവണം, അതുകൊണ്ടാണ് അവർ നികുതി എന്ന് പറയാത്തത്, ടാക്സ് എന്ന് പറയുന്നത്. എല്ലാതും ഇംഗ്ലീഷിലാണ് അവർ പുലയാടുന്നത്. ഭാരതീയർക്ക് അറിയണ ഒരു ഭാഷയല്ല അത്, ഭാഷയേ അല്ല. അതിന് ടാക്സ്. അത് കഴിഞ്ഞിട്ട് ഇയാളെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ അതിന് ഇയാളെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ടാക്സ്, ഇൻകം ടാക്സ്. എങ്ങനെയാണ് ഒരാൾ ജീവിച്ചു പോകുന്നത്? ഈ ടാക്സ് കൊടുക്കാൻ വേണ്ടിയാണോ ഭാരതീയർ ജീവിച്ച് വളർന്ന് മുന്നോട്ട് പോകുന്നത്? എങ്ങനെ ഒരു കട നന്നായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റും? ഒരു ഭക്ഷണശാല, അതായത് മനുഷ്യന്മാർക്ക് ഭക്ഷണവും പാനീയവുമാണ് ജീവിക്കാൻ അത്യാവശ്യം വേണ്ടത്. വായു സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് എത്ര കാലം ഒരു സൗജന്യം അതിൻ്റെയൊക്കെ ടാക്സ് പിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാത്തിനും ടാക്സ്. അപ്പോൾ ഭക്ഷണപാനീയങ്ങൾ കൃത്യമായി കൊടുക്കേണ്ടതിനും ഒക്കെ മുകളിൽ ഇവർ ടാക്സ് ചുമത്തുന്നത് കൊണ്ടാണ് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാണ്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇതിൽ മായം കലരുന്നത്. മായം എന്ന് പറയുന്നതിൻ്റെ മുകളിലും ടാക്സ് മേടിക്കുന്നുണ്ട് ഇവര്. എത്ര കാലം മുന്നോട്ട് പോകും? ഇതാണോ നിങ്ങൾ പറയുന്ന ജനാധിപത്യം? ഇത് ജനാധിപത്യമല്ല. ഇറ്റ് ഈസ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ക്രേസിനെസ്. ഭ്രാന്തിൻ്റെ, ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഭ്രാന്തിൻ്റെ ഡെമോൺസ്ട്രേഷനാണ്. ഡെമോ പ്ലസ് ക്രേസിനെസ് ആണ്. ഇതാണ് ടാക്സിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളൊന്ന് ചർച്ച ചെയ്യേ, എല്ലാവരും ചർച്ച ചെയ്യേ, എല്ലാവരോടും സംസാരിക്കേ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേ. ഒരു ഭക്ഷണശാല നടത്തി പോകുന്ന ആളെ എത്രമാത്രം കഷ്ടപ്പെടുന്നത് നിങ്ങളൊന്ന് അന്വേഷിക്കേ. എല്ലാത്തിനും ടാക്സാണ്. ഉന്തുവണ്ടി കൊണ്ട് കച്ചവടം ചെയ്യുന്നവൻ്റെ മുകളിലും ടാക്സ് ഉണ്ട്. കാരണം അവർ വാങ്ങിക്കുന്ന എല്ലാത്തിനും ടാക്സ് ഉണ്ട്. അവർ ഗ്യാസ്, ഇപ്പോൾ കപ്പലണ്ടി വറക്കുന്നവന് അതിൻ്റെ ഗ്യാസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഗ്യാസ് ആണെന്ന് മേടിക്കണേന്ന് പറഞ്ഞിട്ടാണ് പിടിച്ചു പറിക്കുന്നത്. ഈ ഗ്യാസിന് എന്തുട്ട വില, എന്താ വ്യത്യാസം? ഇൻഡസ്ട്രിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിലെ വലിയ വലിയ ഇൻഡസ്ട്രിയൽ തെമ്മാടികൾ ഇരുന്നിട്ട് ഗ്യാസ് അവരുടെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഗ്യാസാണോ? സാധാരണക്കാർക്ക് സാധാരണ ഗ്യാസ്, വലിയ വലിയ ഇൻഡസ്ട്രിയൽ ഗ്യാസുകാർക്ക് ഇൻഡസ്ട്രിയൽ ആളുകളുടെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാക്കുന്ന ഗ്യാസാണോ കൊടുക്കുന്നത്? എന്ത് തെമ്മാടിത്താണ് ഇത് പറയുന്നത്? 2 തരം ചാർജുകൾ. കപ്പലണ്ടി വറക്കുന്നവൻ അവന് ടാക്സ്, അവൻ ഗ്യാസിന് ടാക്സ് കൊടുത്തിട്ട് എടുക്കുന്നത്. അത് കുഞ്ഞേ കുറ്റിയേ ഉണ്ടാവുള്ളൂ, അതിന് ഇത്തിരിയേ കൊടുക്കുള്ളൂ. വെറുതെ കച്ചവടം കളയാനാണ് കേട്ടോ. നിങ്ങൾ ഗൾഫ് കൺട്രീസിലെ ആളുകളോട് ചോദിക്കേ, അവിടെ ഗ്യാസിന് എന്താ വില എന്ന് ചോദിക്കുക നിങ്ങൾ.
അവിടെയും നിങ്ങൾക്ക് കാണാം കത്തിച്ച് കളയുന്ന ഗ്യാസ് നിങ്ങൾക്ക് കാണാം, കുഴലുകൾ പുറത്തേക്ക് കാണാം. കത്തിച്ച് കളയുന്നതിന് വലിയ വില കൊടുപ്പിക്കുക, ആദ്യം വില മേടിക്കും, എന്നിട്ട് അതിന് മുകളിൽ ടാക്സ് ഇടും. അങ്ങനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഭക്ഷണപാനീയങ്ങളിൽ പോലും. അതുകൊണ്ടാണ് നമ്മൾ ബാക്കി കുറേ ടാക്സുകൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും, ഇൻകം ടാക്സ് അടക്കമുള്ള എല്ലാത്തിനെ കുറിച്ചും നമുക്ക് പറയാനുണ്ടെങ്കിലും, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജോൺസൺ സ്റ്റാർഗെറ്റിലെ നിരീക്ഷണത്തിൽ സംസാരിക്കുന്നത് ഭക്ഷണത്തിൻ്റെ മുകളിൽ പാനീയങ്ങളുടെ പുറത്തുള്ള ടാക്സിനെ കുറിച്ച് ആവാനുള്ള കാരണം. എല്ലാവരോടും ഇത് എത്തിക്കുക. നമ്മൾക്ക് പ്രതികരിക്കേണ്ട നേരമാണ്. നമ്മളിത് ഈ പ്രതികരിച്ചില്ലെങ്കിൽ എന്നൊക്കെയാണ് ഇത് പ്രതികരിക്കുന്നത്? വിഷത്തിനും ടാക്സ് അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ സിസ്റ്റമാണ് ഈ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറേണ്ടത് അനിവാര്യതയാണ്. അത് മാറ്റണം. അതിന് എല്ലാ ഭാരതീയരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഭക്ഷണ സാധനങ്ങളിൽ വില കയറ്റമുണ്ടാക്കി, ആ വില അധികമായ കയറ്റം ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ ടാക്സ് അടിച്ചേൽപ്പിക്കുന്ന തെമ്മാടിത്തം അവസാനിപ്പിക്കണം. എല്ലാത്തിനൊരു മയം വരണം. ജീവിക്കാൻ അനുവദിക്കണം ആളുകളെ, ഭക്ഷണം കഴിക്കാൻ അനുവദിക്കണം ആളുകളെ. നല്ല വിഷലിപ്തമല്ലാത്ത ഭക്ഷണപാനീയങ്ങൾ കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കണം. അതല്ലെങ്കിൽ പിന്നെ എന്ത് സ്വാതന്ത്ര്യമാണ് ഇവിടെ അവകാശപ്പെടുന്നത്? എന്ത് സ്വാതന്ത്ര്യമാണ് ഇവിടെ ഉള്ളത്? ഇവിടെ സ്വാതന്ത്ര്യമില്ല. കൊള്ളയാണ് നടത്തുന്നത്. ആലോചിക്കുക, മനസ്സിലാക്കുക, ആളുകൾക്ക് പകർന്നു കൊടുക്കുക. ടാക്സ് ഈസ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ടാക്സ് വിത്ത് എ ക്രോസ് എന്ന് പറയുന്ന കുരിശാണത് ടാക്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടാ, ജോൺസൺ സ്റ്റാർഗെറ്റിൻ്റെ നിരീക്ഷണത്തിൻ്റെ ഈ ഭാഗം ശ്രദ്ധിച്ചു കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.